പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവം നമ്മെ നടത്തി, നമ്മെ പരിപാലിച്ചു, നമ്മുടെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ നടത്തുന്നത്. ആ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9 പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയും ആശ്വാസവുമായ വചനമാണത്. നമ്മൾ പലപ്പോഴും ദുർബലരായി തോന്നുന്നു. രോഗങ്ങളും വെല്ലുവിളികളും നിരാശകളും പരാജയങ്ങളും നമ്മെ തളർത്തുന്നു. മനുഷ്യൻ്റെ കരുത്ത് പരിമിതമാണ്, എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും പരിമിതമല്ല. പൗലോസ് തൻ്റെ ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ദൈവത്തോട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം അവനെ വിട്ടുകളഞ്ഞില്ല. മറിച്ച് എൻ്റെ കൃപ മതിയാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതായത് പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലായ്പ്പോഴും ദൈവം വിടുതൽ നൽകണമെന്നില്ല, പക്ഷേ അവിടുന്ന് നമ്മെ അതിജീവിക്കാൻ ശക്തി നൽകുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ദൈനംദിന ജീവിതത്തിൽ താങ്ങുന്നത്. ദൗർലഭ്യത്തിൽ അവൻ്റെ ശക്തി പ്രകടമാകുന്നു. നാം എല്ലാവരും പരാജയങ്ങളും പോരാട്ടങ്ങളും നേരിടുമ്പോൾ നമ്മുടെ സ്വന്തം ബലത്തിൽ നമുക്ക് വിജയിക്കാനാവില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ വിശ്വസിക്കുമ്പോൾ ആത്മീയ കരുത്ത് ലഭിക്കുകയും മനസ്സിൽ സമാധാനം നൽകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതു സാഹചര്യത്തിലും നിരാശപ്പെടാതെ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കാം. രോഗത്തിലും കഷ്ടതയിലും ഏകാന്തതയിലും പോലും അവൻ്റെ കൃപ നമുക്ക് മതിയാകും. ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവിടുന്ന് തന്നെയാണ് നമ്മുടെ ശക്തിയും വിജയവും. അതിനാൽ ഇന്നത്തെ ദിവസം അനുഗ്രഹത്തോടെ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ച കർത്താവേ, നീ ഞങ്ങളെ മനോഹരമായി നടത്തി പരിപാലിച്ചു, അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയാലാണ് ഞങ്ങൾ നടക്കുന്നത് കർത്താവേ. അങ്ങയുടെ കരുണ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ സമർപ്പിക്കുന്ന കർത്താവേ, ആരാധന ശുശ്രൂഷ നയിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, തുടർന്നുള്ള വചന ശുശ്രൂഷയെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും ആനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിൽ എൻ്റെ ദൈവം വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിൽ എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിൽ എൻ്റെ ദൈവം വാഴുന്നു. ചേർന്ന് വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. വാഴുന്നു, യേശു വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു,
യേശു വാഴുന്നു. രാജാതിരാജാവായി ഏകാന്ത തടവിൻ പത്മോസിൻ മുൻപിൽ എൻ്റെ ദൈവം വാഴുന്നു. ഏകാന്ത തടവിൻ്റെ പത്മോസിൻ മുൻപിൽ എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോടുകൂടെ എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോടുകൂടെ എൻ്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. ചേർന്ന് ഓ ഇളകി മറിയും കടലിൻ നടുവിൽ എൻ്റെ ദൈവം വാഴുന്നു. ഓ കലങ്ങി മറിയും മനസ്സിനുള്ളിൽ എൻ്റെ ദൈവം വാഴുന്നു. ഓ കലങ്ങി മറിയും മനസ്സിനുള്ളിൽ എൻ്റെ ദൈവം വാഴുന്നു. ചേർന്ന് വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. ഏഴുമടങ്ങ് ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. ഏഴുമടങ്ങ് ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും നാലാമനായവൻ എൻ്റെ ദൈവം വാഴുന്നു. ഓ അഗ്നിയിൻ നടുവിലും നാലാമനായം എൻ്റെ ദൈവം വാഴുന്നു. ചേർന്ന് വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി. ഓ ഏഴുമടങ്ങ് ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. ഏഴുമടങ്ങ് ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും നാലാമനായ എൻ്റെ ദൈവം വാഴുന്നു. ഓ അഗ്നിയിൻ നടുവിലും നാലാമനായ എൻ്റെ ദൈവം വാഴുന്നു. ചേർന്ന് വാഴുന്നു. അവൻ വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യ അന്ത്യ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യ അന്ത്യ. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. പാടി. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും
യേശുവിൻ്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ചേർന്ന് യേശുവിൻ്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ എൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. ചേർന്ന് അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യൻ. ഓ അവൻ ആൽഫാ രാജാതിരാജാവ്, ഹേ രാജാതിരാജാവ്, കർത്താതി കർത്താവ്, ദേവാതി ദേവനും അവൻ മാത്രമേ. ചേർന്ന് പാടാം. രാജാതിരാജാവും കർത്താതി കർത്താവ്, ദേവാതി ദേവനും. ഓ രാജാതിരാജാവും കർത്താതി കർത്താവ്, ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവേ. അവൻ ആൽഫാ ഒമേഗ, ആദ്യേ അന്ത്യേ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യൻ. ഓ യേശു ആൽഫാ ഒമേഗ. ഓ യേശുവേ, അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ. ചേർന്ന് അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യേ അന്ത്യേ. അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും. ചേർന്ന കരങ്ങളൊക്കെ ഉയർത്തി അങ്ങേ ആരാധിക്കും യേശുവേ. അങ്ങേ ആരാധിക്കും. നിന്റെ നാമം പരിശുദ്ധ പരിശുദ്ധ. ഓ യേശുവേ, നിന്റെ നാമം പരിശുദ്ധ പരിശുദ്ധ. യേശുവേ അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും യേശുവേ. അങ്ങേ ആരാധിക്കും. ഓ അങ്ങേ ആരാധിക്കും യേശുവേ. യേശുവേ, നിന്റെ നാമം പരിശുദ്ധ. ഓ പരിശുദ്ധ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഓ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 അങ്ങേ ആരാധിക്കും അങ്ങേ ആരാധിക്കും യേശുവേ അങ്ങേ ആരാധിക്കും ഓ അങ്ങേ ആരാധിക്കും നിന്റെ നാമം പരിശുദ്ധ ഓ പരിശുദ്ധ യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് നന്ദി. യു ആർ ഹോളി. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, നീ യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് പരിശുദ്ധൻ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ രാജാതിരാജാവ്, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. അങ്ങയുടെ സാന്നിധ്യത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നാം പിന്നെയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചു കൂടുവാൻ ദൈവം നമുക്ക് ഒരവസരം കൂടെ നൽകിയിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് സന്നിധിയിലായിരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ അണയ്ക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആ ഭാഗ്യ പദവിക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സ്ഥിരമാനസ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. കർത്തൃകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കാം. ഇന്ന് അനേക പ്രിയപ്പെട്ട രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിച്ചിരിക്കുന്നു. നമുക്ക് അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സിസ്റ്റർ സുജാത സദന്റെ മകൾ ദിവ്യയുടെ ശരീരത്തിൽ ഒരു ട്യൂമർ കാണപ്പെട്ടു. ചികിത്സയിലാണ്. സർജറിയിൽ കൂടി പൂർണ്ണ വിടുതൽ ലഭിക്കുമെന്ന് ഡോക്ടേഴ്സിന് ഉറപ്പില്ല. എന്നാൽ ദൈവിക വിടുതലിനായിട്ട് ആ കുടുംബം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിജയ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. തൈറോയിഡിൻ്റെ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. പൂർണ്ണ സൗഖ്യം ദൈവം തരുന്നതിനായി പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് മകളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹരിദാസിൻ്റെ ഫാദറിന് ക്യാൻസർ വന്ന് മരിച്ചുപോയി. ഇപ്പോൾ ഹരിദാസിന് ക്യാൻസർ ആണ്. ഇപ്പോൾ അത് 4th സ്റ്റേജ് ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. വളരെ ഇവർ വിഷമിക്കുന്നു ഈ ഭവനം. കാരണം പിതാവ് ക്യാൻസർ വന്ന് മരിച്ചു. ഇപ്പോൾ മകന് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു. 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ പിതാവാണ്. ഭാര്യയുണ്ട്. ആ കൊച്ചു കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല ഈ മകനാണ്. ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുക്കുവാണ് ദൈവം സഹായിക്കണമേ. നമുക്ക് അങ്ങോട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓസ്റ്റിൻ സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ബെഡ്റിഡൻ ആണ്. ഇരിക്കാനോ നടക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥ. പരിപൂർണമായൊരു വിടുതൽ ദൈവം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ മേരി ജോസിന് സ്കിൻ അലർജിയാണ്. 2 വർഷത്തോളമായി ചികിത്സയിലാണ്. പക്ഷേ ഒട്ടും വ്യത്യാസമില്ല. പൂർണ്ണ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെല്ലാം തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ കണ്ണുനീർ കണ്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന് അരുളിച്ചത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് ആശയോടെ പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പൊന്നു കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവെ, വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല എന്ന് വിധി എഴുതുന്ന സ്ഥാനത്ത് അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് ഈ പ്രിയപ്പെട്ടവർക്ക്
സൗഖ്യമേകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീർ കാണുന്ന ദൈവം, മറുപടി തരുന്ന ദൈവം, അങ്ങയുടെ കരത്തിലേക്ക് പ്രിയമുള്ളവരെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സിസ്റ്റർ പെണ്ണമ്മ ജോഷുവ ഇപ്പോൾ സിവിയർ കഫ് ആൻഡ് പെയിൻ കഫായിട്ട് കഷ്ടപ്പെടുന്നു. അധികമായി പനിയും ശക്തമായിട്ടുണ്ട്. വളരെ കഷ്ടത അനുഭവിക്കുന്നു. അതിനേക്കാൾ ഉപരി ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഈ പ്രിയപ്പെട്ട മകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം പരിപൂർണമായ സൗഖ്യം കൊടുക്കണമേ എന്ന് പറയാം. ബ്രദർ ജാനി കുര്യൻ യൂറിനറി പ്രോബ്ലം ഉണ്ട്. അതോടൊപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നു. ഇദ്ദേഹത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിപൂർണമായ വിടുതൽ ദൈവം കൊടുക്കണമെന്ന്. അനിത റാംസന്റെ ഹസ്ബൻഡ് ബെൻസൺ ഹൈ BP ആൽ ഭാരപ്പെടുന്നു. ആ മകന് പൂർണ്ണ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഷുഗറും വളരെ ഹൈ ആണ്. പലവിധമായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. 7 വയസ്സുള്ള ഒരു മകളുണ്ട്. ഈ കുഞ്ഞിനും പലവിധമായ സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പിതാവിനെയും ഈ കുഞ്ഞിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുതകരം അവരെ തൊട്ട് സൗഖ്യമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അനേക പ്രിയപ്പെട്ടവർ ഇതിനോട് കൂടെ രോഗത്താൽ ഭാരപ്പെടുന്ന ചിലരുടെ പേരുകൾ കൂടിയുണ്ട്. ലീന സീരിയസ് ആയിട്ട് ICUയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പലവിധമായ ശാരീരിക ക്ലേശങ്ങൾ ഭാരപ്പെടുന്നു. ദൈവികമായ പൂർണ്ണമായ വിടുതലും ആശ്വാസവും കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുക മാത്രമല്ല, ചുമക്കുകയും വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ വിടുതലും ആശ്വാസവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് ദൈവവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്റെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് നാം പ്രാർത്ഥിക്കുന്ന വിഷയം, ഇനിയും ചില പ്രിയപ്പെട്ടവരൊക്കെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിവ്യ OET 2 പ്രാവശ്യം എഴുതി പാസ്സായില്ല. അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. രാജൻ ജോർജ് ബ്രദറിന്റെ ഗ്രാൻഡ് സൺ ഫസ്റ്റ് ഇയർ MBBS എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്നു. ഓർത്ത് പ്രാർത്ഥിക്കാം. ബ്രദർ തോംസന്റെ മകൻ ജോർജിയയിൽ നിന്നും MBBS പഠനം പൂർത്തീകരിച്ചു. എന്നാൽ സർട്ടിഫിക്കറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. വേഗത്തിൽ അത് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സിസ്റ്റർ ഗ്രേസ് ജോസഫിന്റെ മകൻ ജോൺ MBBS പഠിക്കുന്നു. ഇപ്പോൾ പഠിത്തത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നിഖിൽ തോമസും ലൈഫി തോമസും ഇവർ രണ്ടുപേരും കാനഡയിലാണ്. ഈ സഹോദരങ്ങൾക്ക് രണ്ടുപേരും എഞ്ചിനീയേഴ്സായി ജോലി ചെയ്യുന്നു. അവരുടെ PR ഇതുവരെയും ലഭിച്ചിട്ടില്ല. എത്രയും വേഗം PR ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അനീറ്റയ്ക്ക് ഹയർ സ്റ്റഡീസിനായി ജർമ്മൻ വിസ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. നിഖിത നീറ്റ് പാസ്സായി അഡ്മിഷൻ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. ട്രിവാൻഡ്രത്ത് ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഹിതമായാൽ ദൈവം അത് ചെയ്യണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അനീറ്റ 2 തവണ നീറ്റ് എക്സാം എഴുതി പാസ്സായില്ല. വീണ്ടും ട്രൈ ചെയ്യുന്നു. ഈ മകൾക്കും ദൈവകൃപയാൽ ഇപ്രാവശ്യം എഴുതി വിജയം വരിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. വിളിച്ചപേക്ഷ നാളിൽ ഉത്തരം അരുളി ഉള്ളിൽ ബലം നൽകിയ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, തക്ക സമയത്ത് അവർക്കൊക്കെയും വിജയം കൊടുക്കുവാന്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാന്, അവർക്ക് PR ലഭിക്കുവാന്, കർത്താവ് അഡ്മിഷൻ ലഭിക്കുവാന്, എക്സാം നന്നായി എഴുതി വിജയം ലഭിക്കുവാന് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് സിസ്റ്റർ ആശയ്ക്കായി പ്രാർത്ഥിക്കാം. ഒരു നല്ല വിവാഹം നടക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബ്രദർ തരുൺ, സിസ്റ്റർ ഫിൻസി, സിസ്റ്റർ നിജ, സിസ്റ്റർ സെറീൻ, സിസ്റ്റർ മീന, ഈ സഹോദരങ്ങളെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇവർക്കൊക്കെ അനുയോജ്യരായ ലൈഫ് പാർട്ട്നേഴ്സ് ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവകരത്തിലേക്ക് ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഈ മക്കൾക്ക് വേണ്ടിയും അനുഗ്രഹമായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ശക്തനെന്ന് നമുക്ക്
നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന അത്ഭുത ദൈവമേ, അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അത്ഭുതകരമായ ഒരു വിടുതൽ ഈ മക്കൾക്ക് കൊടുക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ തക്ക സമയത്ത് അവർക്ക് വേണ്ടി അനുയോജ്യരായ ലൈഫ് പാർട്ട്നേഴ്സിനെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർ കർത്താവേ ഒരു നല്ല കുടുംബജീവിതം ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന സകലവിധമായ ശത്രുവിന്റെ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അവർക്കും അനുഗ്രഹമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ വെള്ളപ്പൊക്ക കെടുതികളിലും കാലവർഷത്തിന് കെടുതികളൊക്കെ കഷ്ടം അനുഭവിക്കുന്ന ജനം, അതുപോലെ എത്രയോ പേര് വളരെയധികം കഷ്ടത്തിലായിരിക്കുന്നു. സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു. ഇവരൊക്കെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന അവസാനിപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് അവരെയും കൂടെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങളുടെ കരങ്ങളെ ഇതുവരെ ഞങ്ങൾ ഏൽപ്പിച്ച ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങ് കേട്ടതിനായി സ്തോത്രം ചെയ്ത് തക്ക സമയത്ത് അവർക്കൊക്കെയും കർത്താവെ മറുപടി കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുക സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കാലാവസ്ഥ പ്രതികൂലത്തിൽ മഴക്കെടുതികളിലെ കഷ്ടം സഹിക്കുന്ന ജനത്തെ ഓർക്കുന്നു. ക്യാമ്പുകളിലും മറ്റുമായി ജീവിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ അവർക്ക് ആവശ്യമായ എല്ലാം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിലെ കർത്താവെ ഇപ്പോൾ ആയിരിക്കുന്ന മഴക്കെടുതികൾ കർത്താവെ ജനത്തിന് അസഹനീയമായ വിധമായിരിക്കുന്നുള്ള എൻ്റെ കർത്താവെ അങ്ങ് തന്നെ ജനത്തെ കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡൽഹി പട്ടണത്തെ കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ കൊച്ചു കേരളത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ കാലാവസ്ഥ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. പകർച്ചവ്യാധികളെ ജനം കഷ്ടപ്പെടുന്നവരെ ഓർക്കണമേ. കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ സ്തോത്രം. ജീസസ് ഫാമിലിയുടെ എല്ലാ പ്രവർത്തകരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹീതമായ വചന ശുശ്രൂഷയ്ക്കായി കർത്താവെ ജനത്തെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. വചനം കേട്ട് കർത്താവെ നിത്യജീവൻ അവകാശികളാകുവാൻ ഈ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. What a beautiful day. എത്ര മനോഹരമായ ദിവസമാകുന്നു. This morning as we were praying, we just prayed that prayer. This is the day that the Lord has made and we will rejoice. ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാകുന്നു, ആകയാൽ നാം ആനന്ദിച്ച് സന്തോഷിക്കും. This is your day, my friends. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇത് നിങ്ങളുടെ ദിവസമാകുന്നു. You got to rejoice and you got to celebrate victories in the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് വകയുണ്ട്. You might be having lot of challenges, sickness and problems in your life, but we serve a God who gives us victory over all these problems. നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടപ്പെടുവാൻ, വിഷമിക്കുവാൻ, ദുഃഖിച്ചിരിക്കുവാനുള്ള 100 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ നാം സേവിക്കുന്ന ദൈവം നമുക്ക് സന്തോഷത്തെ നൽകുന്ന ദൈവമാണ്. Jesus said that everyone who is heavily burdened, come to me and I will give you rest. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Are you heavy burdened today? ഇന്ന് നിങ്ങൾ വളരെയധികം ദുഃഖത്തോടെ, ഭാരത്തോടെ ആയിരിക്കുന്നുവോ? Is something bothering you today? ഇന്ന് നിങ്ങളെ അലട്ടുന്നതായ, പ്രയാസപ്പെടുത്തുന്നതായ വിഷയങ്ങൾ ഉണ്ടോ? Come to Jesus. യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരിക. He has won the world for you. അത് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഈ ലോകത്തെ നേടിയിരിക്കുന്നു. On the cross of Calvary, he has won every battle for you. അതെ, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതോടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല യുദ്ധങ്ങളും അവിടുന്ന് പൊരുതി ജയിച്ചിരിക്കുന്നു. So today will you say along with me, this is the day that the Lord has made and I will rejoice. അതുകൊണ്ട് എന്നോടൊപ്പം നിങ്ങൾക്ക് ഇപ്രകാരം പറയുവാൻ കഴിയുമോ? ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാകുന്നു, അതുകൊണ്ട് ഞാൻ ആനന്ദിച്ച് സന്തോഷിക്കും. Welcome to Jesus family. ജീസസ് ഫാമിലിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. It's a great honor to be with you today. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് വലിയൊരു പദവിയായി ഞാൻ
ഞാൻ കരുതുന്നു. This family is the family of Jesus. ഇത് യേശു കർത്താവിന്റെ കുടുംബമാകുന്നു. We all are purchased by the blood of Jesus Christ. യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു നാം. There is power in the blood of Jesus. യേശു കർത്താവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. And this blood has given us the relation of brothers and sisters. അതെ, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ആ ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ് യേശു കർത്താവിന്റെ രക്തം. I want to thank you for being partner of this family or part of this family. ഈ കുടുംബത്തിന്റെ അംഗങ്ങളായിരിക്കുന്നതിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. As a leader of Indian Evangelical Team, I want to thank you for your prayers, supports and generosity. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സഹകരണത്തിന്, സഹായത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. Because of your prayers and your generosity, God has helped us to bring smiles on the faces of thousands of people. നിങ്ങളുടെ പ്രാർത്ഥനയാൽ, നിങ്ങളുടെ സഹായത്താൽ, സഹകരണത്താൽ ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കും. Let us continue this partnership and let us help many more people to see transformations in their lives. കൂട്ടായ പ്രവർത്തനത്തിൽ നമുക്ക് വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാം. അപ്രകാരം ചിലരെ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. Today I have a special message. ഇന്ന് നിങ്ങൾക്കായി ഒരു പ്രത്യേക സന്ദേശം ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. For next 30 minutes, I want you to focus totally on this word of God. ഈ വചനത്തിൽ അടുത്ത 30 മിനിറ്റ് സംസാരിക്കുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. I want your total focus. ഇതിൽ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. This message will change your life. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Last 2 weeks we looked into the life of Lazarus. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ലാസറിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ നാം പഠിക്കുവാനിടയായി. We were learning from the Gospel of John chapter 11 verse 38 onwards. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന് 38 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. We saw Jesus coming back to the town after 4 days of the death of Lazarus. നാം അവിടെ കണ്ടു, ലാസർ മരിച്ച ശേഷം 4 ദിവസമായപ്പോഴാണ് യേശു കർത്താവ് ആ പട്ടണത്തിലേക്ക് വന്നത്. Why was Jesus late? എന്തുകൊണ്ടാണ് യേശു കർത്താവ് താമസിച്ചത്? Jesus could have been there when Lazarus was sick. ലാസർ രോഗിയായിരുന്ന സമയത്ത് തന്നെ യേശു കർത്താവ് അവിടെ കാണണമായിരുന്നു. Or Jesus could have even sent his word and Lazarus would have been healed. ഒരുപക്ഷെ യേശു കർത്താവ് തൻ്റെ വചനം അയച്ചിരുന്നെങ്കിൽ, തൻ്റെ ഒരു സന്ദേശം അയച്ചിരുന്നെങ്കിൽ ലാസറിന് സൗഖ്യമാകുവാൻ കഴിയുമായിരുന്നു. Mary and Martha waited patiently and eagerly for Jesus to come and heal their brother. മാർത്തയും മറിയയും യേശു കർത്താവിൻ്റെ വരവിനായിട്ട് യേശു കർത്താവ് വന്ന് ലാസറിനെ സൗഖ്യമാക്കും എന്ന് കരുതി അവർ കർത്താവിനെ കാത്തിരുന്നു. But nothing of that happened. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. Lazarus died. ലാസർ മരിച്ചു. And then Jesus did not even come for his funeral. എന്നാൽ ലാസറിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പോലും യേശു കർത്താവ് വന്നില്ല. He arrives there on the 4th day. മരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു കർത്താവ് വന്നത്. You know, when we read this incident, we read something very interesting. വളരെ നമുക്ക് കൗതുകം തോന്നുന്ന ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. On the 4th day, Jesus said, "Let us go to Bethany." അതിന്റെ 4-ാം ദിവസം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നാം ബഥാനിയിലേക്ക് പോകുക. In verse 11 of chapter 11, Jesus says something like this. 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, Our friend Lazarus sleeps, but I go that I may wake him up. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. Jesus was talking about the death of Lazarus. യേശു കർത്താവ് ലാസറിന്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. And in verse 14, Jesus says like this. 14-ാം വാക്യത്തിൽ യേശു കർത്താവ് വീണ്ടും ഇങ്ങനെ പറയുന്നു, Then Jesus said to them plainly, Lazarus is dead. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. Suddenly there was a commotion among the disciples of Jesus. ആ സമയം തന്നെ യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു സംശയമുണ്ടായി. Why do we need to go now when Lazarus is dead and buried? ഇപ്പോൾ ഇനിയും നാം, ലാസർ മരിച്ചുവല്ലോ, ഇനിയും നാം എന്തിന് അവിടേക്ക് പോകണം എന്നവർ തമ്മിൽ സംസാരിച്ചു. There was a time that Jesus could have gone and Lazarus could have been healed.
ലാസറിനെ സൗഖ്യമാക്കുവാനായി പോകുവാനായി ഒരു സമയം മുൻപേ ഉണ്ടായിരുന്നു. ആ സമയത്ത്, അതായത് അവൻ രോഗിയായിരുന്നപ്പോൾ പോകാമായിരുന്നു. In verse 3 of chapter 11 we read very, very clearly. 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വ്യക്തമായി വായിക്കുന്നു, Therefore the sister sent to Jesus saying, Lord, behold, whom you love is sick. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. But Jesus did not go when he was sick. ലാസർ രോഗിയായിരുന്ന സമയത്ത് യേശു കർത്താവ് അവിടെ ചെന്നില്ല. And now disciples might be talking to each other and saying, when he was sick, Jesus ignored him. And now after the 4 days of death of Lazarus, why do Jesus wants to go there? എന്നാൽ ഇപ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ പറയുകയാണ്, ലാസർ രോഗിയായിരുന്നപ്പോൾ യേശു കർത്താവ് പോയില്ല, ഇപ്പോൾ അവൻ മരിച്ച ശേഷം എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് തമ്മിൽ പറഞ്ഞു. Oh, people might reject us because we ignored the prayer of the sisters. ഒരുപക്ഷെ ആളുകൾ നമ്മെ നിരസിച്ചേക്കാം, തിരസ്കരിച്ചേക്കാം. കാരണം ലാസറിന്റെ സഹോദരിമാർ അവരുടെ അഭ്യർത്ഥിച്ചിട്ടും യേശു കർത്താവ് അവിടെ ചെന്നില്ല. The Jewish and the religious leaders might accuse us, you did not care about your friend when he was sick, now you come when he's dead and gone. അന്നത്തെ മഹാപുരോഹിതന്മാർ, മതനേതാക്കന്മാർ ഒരുപക്ഷെ ഇവർക്കെതിരെ തിരിഞ്ഞേക്കാൻ. നിങ്ങളുടെ ഗുരു അല്ലെങ്കിൽ ലാസറിന്റെ സ്നേഹിതനായ യേശു കർത്താവ് ലാസർ മരിച്ചിട്ടും അവിടെ വന്നില്ലല്ലോ. So the disciples must be very confused right now. ഇപ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ വളരെ ചിന്താക്കുഴപ്പത്തിലായി. You get an evidence of that in 16th verse of chapter 11. 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇതിനുള്ള തെളിവ് നമുക്ക് ലഭിക്കും. Then Thomas, who is also called the twin, said to his fellow disciples, ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, let us also go that we may die with him. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. They're already facing the threat. They know that it's not going to be easy when they go back to the town of Bethany. ബഥാനിയയിലേക്ക് പോകുന്നത് വളരെ അപകടകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, അതൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തോമസ് ഇത് പറയുന്നത്. That is why Thomas is saying, let us go with him so that we may also die. അതുകൊണ്ടാണ് തോമസ് ഇവിടെ പറയുന്നത്, നമുക്കും അവനോടൊപ്പം മരിക്കുവാനായി പോകാമെന്ന്. Maybe the disciples are talking to each other saying, Jesus should have gone when Lazarus was sick. ഒരുപക്ഷെ ശിഷ്യന്മാർ ഇങ്ങനെയായിരിക്കാം പറഞ്ഞത്, ലാസർ രോഗിയായിരുന്നപ്പോഴായിരുന്നു യേശു കർത്താവ് പോകേണ്ടിയിരുന്നത്. Maybe the sisters Mary and Martha are also sitting and crying and talking and saying to each other, we wish Jesus would have come when we were in trouble. ഒരുപക്ഷെ മാർത്തയും മറിയും തമ്മിൽ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞേക്കാം, യേശു കർത്താവ് ലാസർ മരിക്കുന്നതിന് മുന്നമേ, രോഗിയായിരിക്കുന്നതിന് സമയത്ത് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. How many times we have been in this situation? നാമും ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ കൂടെ എത്ര പ്രാവശ്യം കടന്നു പോയിട്ടുണ്ട്. We have prayed many times but we do not see the answer to our prayers. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, എന്നാൽ അപ്പോഴൊന്നും നമുക്ക് മറുപടി ലഭിച്ചില്ല. We have prayed, God, I'm going through cancer. God, my relative, my best friend, my spouse is having these kind of problems. Lord, listen to my prayer. ദൈവസന്നിധിയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, എനിക്ക് രോഗത്താൽ ഞാൻ ഭാരപ്പെടുന്നു, എൻ്റെ പ്രിയപ്പെട്ടവർ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, ഈ സാഹചര്യത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചിട്ടുണ്ടായി. And you never hear the answer to your prayer. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അന്നൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. Your prayers have no values now because what you had been praying has become history. It is dead and gone, like the brother of the sisters. ലാസറിന്റെ വിഷയം എന്നതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ലഭിക്കാതെ വണ്ണം, മടങ്ങി വരാതെ വണ്ണം അത് മരിച്ച അവസ്ഥയിലേക്ക് പോയി. You have given up now. ഇപ്പോൾ നിങ്ങൾ അത് ഉപേക്ഷിച്ച നിലയിലാണ്. But I want to tell you something, Jesus never fails. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് പറയട്ടെ, കർത്താവ് നിങ്ങൾ തോൽക്കുവാൻ, നിങ്ങൾ പരാജയപ്പെടുവാൻ, നിങ്ങൾ പിന്മാറുവാൻ അനുവദിക്കുകയില്ല. Many times what you have thought that it is gone, my Jesus can still revive it back in your life. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊക്കെയും മടക്കി തരുവാൻ കഴിയുന്നതാണ് യേശു കർത്താവ്. I'll tell you a real story. ഞാൻ നിങ്ങളോട് ഒരു യഥാർത്ഥ സംഭവം പങ്കുവയ്ക്കട്ടെ. I read this story maybe a month back. ഒരു മാസം മുൻപാണ് ഞാൻ ഈ സംഭവം വായിച്ചത്. There was a lady in the city of Chicago in United States of America. അമേരിക്കയിലെ ഷിക്കാഗോ എന്ന പട്ടണത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. She was very rich and she was very God fearing lady. ആ സ്ത്രീ വളരെ ധനികയും ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു.
and she had one prayer. അവൾക്ക് ഒരേ ഒരു പ്രാർത്ഥനാ She വിഷയമായിരുന്നു. was praying for the salvation of her husband who did not know Jesus Christ. അവളുടെ ഭർത്താവിന്റെ മാനസാന്തരത്തിനായി യേശു കർത്താവിനെ അറിയുവാൻ വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. She would pray regularly every day to Jesus, Jesus, please save my husband. യേശു കർത്താവിന്റെ സന്നിധിയിൽ തന്റെ ഭർത്താവിനെ വിടുവിക്കണമേ, രക്ഷയിലേക്ക് കൊണ്ടുവരണമേ എന്ന് അവൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Very devoted and committed Christian. അവൾ വളരെ സമർപ്പിതയായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. But one day her husband died in a car crash. എന്നാൽ ഒരു ദിവസം ഒരു കാർ അപകടത്തിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു. Never accepted Jesus as his savior. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ കഴിയുന്നതിന് മുന്നമേ This lady became very bitter in her heart. ആ സഹോദരി ഹൃദയത്തിൽ വളരെയധികം വേദനയുണ്ടായി. She started complaining to Jesus. അവൾ യേശു കർത്താവിനോട് ദൈവത്തോട് പരാതിപ്പെടുവാൻ തുടങ്ങി. She broke all her relation with her savior. അവളുടെ രക്ഷകനുമായിട്ടുള്ള സകല ബന്ധവും അവൾ ഉപേക്ഷിച്ചു. She stopped praying. അവൾ പ്രാർത്ഥിക്കുന്നത് നിർത്തി. She stopped going to church. അവൾ ചർച്ചിൽ പോകുന്നത് അവസാനിപ്പിച്ചു. She was so bitter that she said to Jesus, all I asked you was for the salvation of my husband and you did not answer my prayer. I have nothing to do with you. അവൾ യേശു കർത്താവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥനാ വിഷയം എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരമായിരുന്നു, ഭർത്താവ് രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരുന്നു. ആ പ്രാർത്ഥന കർത്താവെ അവിടുന്ന് നൽകിയില്ലല്ലോ. Years went by. വർഷങ്ങൾ കടന്നുപോയി. One day she was sitting in her office. അവൾ ഒരു ദിവസം അവളുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ a young man walks into the reception of her office. അവളുടെ ആ ഓഫീസിന്റെ റിസപ്ഷനിൽ ഒരു മനുഷ്യനെത്തി. He talks about her husband to the receptionist and says, can I meet this man? അദ്ദേഹം റിസപ്ഷനിൽ എത്തിയിട്ട് എനിക്ക് ഈ സഹോദരിയുടെ ഭർത്താവിനെ കാണുവാൻ കഴിയുമോ എന്ന് തിരക്കി. The lady sitting at the reception said, oh, I'm so sorry, you cannot meet this man, but you can meet his wife. റിസപ്ഷനിൽ ഇരുന്ന സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ആ സഹോദരിയെ കാണാമെന്ന് പറഞ്ഞു. This young man was led into the office of this lady. ഈ സഹോദരിയുടെ റൂമിലേക്ക് ഈ വ്യക്തി കടന്നു ചെന്നു. And then he asked, where is your husband? അവരോട് തങ്ങളുടെ ഭർത്താവ് എവിടെ എന്ന് തിരക്കി. She said that he died about a few years back in a car crash. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ അപകടത്തിൽ തന്റെ ഭർത്താവ് ലോകത്ത് നിന്ന് വേർപെട്ടു എന്ന് പറഞ്ഞു. Tears started rolling down the cheeks of this young man. ഈ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാനിടയായി. And he said, I want to share something with you. അവരോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. On this day I was standing by the road and asking for a ride from the people. അവിടെ നിന്ന് അതേ ദിവസം ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകുവാനായിട്ട് അവിടെ ആ റോഡിൽ നിന്നിട്ട് ഞാൻ പലരോടും അഭ്യർത്ഥിച്ചു. It was evening time, it was very cold and it was very windy. അത് ഒരു വൈകുന്നേരമായിരുന്നു, കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുള്ള സമയമായിരുന്നു. Many cars went by, they would not stop to give me a ride. പലരും കടന്നുപോയി, എന്നാൽ ആരും എനിക്ക് ഒരു ഇടം തന്നില്ല. But then one car stopped. എന്നാൽ പെട്ടെന്ന് ഒരു കാർ എൻ്റെ മുന്നിൽ വന്നു നിന്നു. A real expensive car stopped by me. വളരെ വിലപിടിപ്പുള്ള ഒരു കാർ എൻ്റെ മുൻപിൽ നിന്നു. And the man who was driving me took me in the car and said, I will drop you. ആ കാർ ഓടിക്കുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ താങ്കളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാം. I got settled inside the car. ഞാൻ കാറിനകത്ത് കയറി. And as the car traveled to few miles, കുറച്ച് ദൂരം ആ കാർ മുന്നോട്ട് പോയപ്പോൾ the Holy Spirit urged me to speak about Jesus to this man. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ കാർ ഓടിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. I thought I should not because I don't know about him. അദ്ദേഹത്തെ അറിയുകയില്ല എന്ന് ഞാൻ ഉള്ളിൽ പറഞ്ഞു. But again the Holy Spirit convinced me, you have to speak about Jesus to this man. എന്നാൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു യേശു കർത്താവിനെ കുറിച്ച് ഇദ്ദേഹത്തോട് പറയുവാൻ. Finally this young man said to this lady, I had the courage to share about Jesus to this man who was giving me a ride. അദ്ദേഹം അവസാനമായിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഈ കാർ ഓടിക്കുന്ന വ്യക്തിയോട് യേശു കർത്താവിനെ കുറിച്ച് പറയുവാൻ തയ്യാറായി. This man started crying while he was driving the car. ആ കാർ ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തി
കുറെ ദൂരം പോയപ്പോൾ കരയുന്നതായിട്ട് ഞാൻ കണ്ടു. And then he pulled the car to the roadside. അദ്ദേഹം ഒരു റോഡിന്റെ വശത്തേക്ക് കാർ മാറ്റി നിർത്തി. He surrendered his life to Jesus. അദ്ദേഹത്തിന്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. And he accepted Jesus as the master and the savior of his life. തന്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അദ്ദേഹം സ്വീകരിച്ചു. After few minutes I got down from the car. ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. That was the last time I saw him, and today I was back in the city of Chicago, so I wanted to see him again. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഞാൻ ഷിക്കാഗോയിൽ എൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. As soon as this lady heard this story, she started weeping bitterly. ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ പൊട്ടി കരയുവാനായിട്ടിടയായി. She said, that was my husband. അത് എൻ്റെ ഭർത്താവായിരുന്നുവെന്ന് അവൾ പറഞ്ഞു. He died on that same day. അതേ ദിവസമാണ് തന്റെ ഭർത്താവ് മരിച്ചത്. Probably after dropping you, he traveled for few more miles and he had an accident. He died on the spot. ഒരുപക്ഷെ താങ്കളെ ഇറക്കി വിട്ട ശേഷം കുറച്ചു ദൂരം അദ്ദേഹം പോയിരിക്കാം. And he died in that car crash. ആ കാർ അപകടത്തിൽ അന്ന് മരണപ്പെട്ടു. I had been bitter ever since with my Savior Jesus because I always believed that he did not answer my prayer. എന്നാൽ ഞാൻ ഈ കാലമൊക്കെയും എൻ്റെ കർത്താവിനോട് വളരെയധികം പിണക്കത്തിലായിരുന്നു, ദേഷ്യത്തിലായിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലല്ലോ എന്നോർത്ത്. But today I know that my Jesus is somebody who always answers prayers. എന്നാൽ ഞാൻ ഇന്ന് ഒരു കാര്യം ഉറപ്പാക്കുന്നു, എൻ്റെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് എൻ്റെ യേശുവെന്ന്. I want to tell you, my friends, I want to encourage you, my brothers and sisters, no matter who you are, every prayer that you have prayed, my Jesus will answer. He will never fail you. അതേ സഹോദരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അവിടുന്ന് ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. You might be think it's all over, but who is my God? He's the author and the finisher. Nothing is over. He can begin a new chapter in your life. അതേ ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ കരുതിയിരിക്കാം എല്ലാം അവസാനിച്ചു, ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്നാൽ ഒരു കാര്യം ഓർക്കണം, അതെ അവിടുന്ന് ആദ്യനും അന്ത്യനുമാകുന്നു. അവിടുന്ന് സകലവും നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്ന കർത്താവാകുന്നു. Martha and Mary sent a message to Jesus saying that the one that you love is sick. മാർത്തയും മറിയയും യേശു കർത്താവിന് ഒരു കുറിപ്പ് അയക്കുന്നു, നിനക്ക് സ്നേഹിതനായവൻ മരണപ്പെട്ടു. But Jesus did not come back. എന്നാൽ യേശു കർത്താവ് ആ സമയം മടങ്ങി വന്നില്ല. They both waited and waited and waited, but Jesus did not come. ആ മാർത്തയും മറിയയും യേശു കർത്താവിന്റെ വരവിനായി കാത്തിരുന്നിരിക്കണം. But Jesus did not come. എന്നാൽ യേശു കർത്താവ് വന്നില്ല. Oh, finally Lazarus is dead. അതേ, ലാസർ മരണപ്പെട്ടു. Jesus did not come even to see the dead body of Lazarus. ലാസറിന്റെ ശവശരീരം കാണുവാൻ പോലും യേശു കർത്താവ് വന്നില്ല. How bitter Mary and Martha would have been. അതേ, മാർത്തയുടെയും മറിയയുടെയും ഹൃദയത്തിൽ എത്രമാത്രം ദുഃഖം കനിഭവിച്ചിരിക്കും. Jesus did not even give heed to our prayer request. അതേ, ഞങ്ങളുടെ പ്രാർത്ഥന പോലും കർത്താവ് കേട്ടില്ലല്ലോ. He did not even come to see his friend for the last time. അതേ, അവസാനമായി ഒരു നോക്ക് കാണുവാനായി പോലും യേശു കർത്താവ് വന്നില്ലല്ലോ. Maybe the people who got together for the burial looked at Mary and Martha and made fun of them by saying, see, your friend did not even care for you. അതേ, ശവസംസ്കാരത്തിനായി വന്നവർ ഒരുപക്ഷെ മാർത്തയും മറിയയും നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞിരിക്കാം, നിങ്ങളുടെ സ്നേഹിതനായ യേശു വന്നില്ലല്ലോ. All these 4 days after the death of Lazarus, these two sisters would have been bitter and they would have been having only one question: Jesus, why you did not come? Jesus, why you did not answer our prayer? ഈ മരിച്ച് 4 ദിവസമായപ്പോൾ ഈ 4 ദിവസത്തെയും ഈ സഹോദരിമാരുടെ ഉള്ളിലുള്ള ഒരേ ഒരു ചോദ്യം ഇതായിരുന്നു: ഞങ്ങളുടെ സ്നേഹിതനായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ലല്ലോ, മറുപടി നൽകിയില്ലല്ലോ, അവിടുന്ന് ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വന്നില്ലല്ലോ. This lady in Chicago also, for many years she would have had only this question: Jesus, why you did not answer my prayer? ഷിക്കാഗോയിലുള്ള സഹോദരിയുടെ പ്രാർത്ഥന ഒരേ ഒരു പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു: അതെ, എന്തുകൊണ്ടാണ് കർത്താവേ നീ എൻ്റെ ഭർത്താവിന് രക്ഷയിലേക്ക് നടത്താൻ? How many times we have prayed that same prayer: Jesus, I only asked you one thing and you never answered my prayer. എത്ര പ്രാവശ്യം നാമും ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടുണ്ട്: കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ വിഷയം ഇത് മാത്രമായിരുന്നു, എങ്കിലും നീ ഇതിന് ഉത്തരം നൽകിയില്ലല്ലോ എന്ന്. I want to tell you, the ways of God are magnificent
salvation. The ways of God are magnificent. He will never leave you. He will never forsake you. We may think he has given up, but he will never give up on you. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വഴി അഗാധമാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്നാൽ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. The Bible says, no eyes have seen, no ears have heard it, nobody has ever seen what God can do. ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ I പഠിപ്പിക്കുന്നു. don't want you to give up. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തു പോകരുത്, വിട്ടുകളയരുത്. Maybe you are not seeing answer to your prayers. ഒരുപക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. The things that you have been praying for are dead and gone. ഒരുപക്ഷേ നിങ്ങൾ അതേ അവസാനിച്ചു, ഇനി അതിന് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കരുതിയേക്കാം. But Jesus can still bring hope into the things where you think there is no hope. നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് കരുതുന്ന അതേ സ്ഥാനത്ത് അത് പ്രതീക്ഷയുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കുക. It's not only the sisters, but even disciples are thinking there is no hope now. സഹോദരിമാർ മാത്രമല്ല, യേശു കർത്താവിന്റെ ശിഷ്യന്മാരും വിശ്വസിക്കുന്നത് ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലെന്നാണ്. But now Jesus is saying, let's go to Bethany. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, നമുക്ക് ബഥാനിയിലേക്ക് പോകാം. After 4 days, he's walking into the town where Lazarus is dead and buried. അതെ, ഈ 4-ാം ദിവസം യേശു കർത്താവ് ബഥാനിയയിലേക്ക് നടക്കുകയാണ്. And he says to Martha like this, അവിടുന്ന് മാർത്തയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, your brother will rise again. അതെ, നിന്റെ സഹോദരൻ വീണ്ടും ജീവനിലേക്ക് മടങ്ങി വരും. Your brother will rise again. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. When Martha comes to see Jesus, മാർത്ത യേശു കർത്താവിനെ കാണാൻ വന്നപ്പോൾ you will see a very beautiful conversation between Jesus and Martha in chapter 11 verse 17 onwards. 11-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ മാർത്ത യേശു കർത്താവിനെ കാണുവാനായി വന്നപ്പോൾ നടത്തിയ സംഭാഷണം, അവർ തമ്മിൽ നടത്തിയ സംഭാഷണം, നമുക്ക് സുന്ദരമായ സംഭാഷണം നമുക്ക് കാണുവാൻ കഴിയും. It's so beautiful. അത് വളരെ വളരെ മനോഹരമാണ്. In verse 20 we read like this. അതിന്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Then Martha, as soon as she heard that Jesus was coming, went and met him, but Mary was still sitting in the house. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയോ വീട്ടിലിരുന്നു. And 21 says like this. 21-ാം വാക്യം ഇങ്ങനെ പറയും, Martha said to Jesus, മാർത്ത യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, Lord, if you had been here, my brother would not have died. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. If you would have heard my prayer, നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നുവെങ്കിൽ, if you would have come in time, നീ സമയത്തിന് വന്നിരുന്നുവെങ്കിൽ, if you would have come when Lazarus was still sick, നീ വന്നിരുന്നുവെങ്കിൽ, ലാസർ രോഗിയായിരുന്നപ്പോൾ നീ വന്നിരുന്നുവെങ്കിൽ, oh, my brother would have been still alive. അതെ, എൻ്റെ സഹോദരൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു. Lord, why you did not answer my prayer? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകാഞ്ഞത്? Why you ignored my prayer, Lord? എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് അവിടുന്ന് നിരാകരിച്ചത്? You did not accept my sisters and my prayer request. എൻ്റെ സഹോദരിയുടെയും എൻ്റെയും പ്രാർത്ഥന അവിടുന്ന് എന്തുകൊണ്ടാണ് കേൾക്കാതെ പോയത്? She was pouring her heart to Jesus Christ. അവൾ യേശു കർത്താവിന്റെ സന്നിധിയിൽ അവളുടെ ഹൃദയം പകരുകയായിരുന്നു. Jesus was listening very patiently to this lady. ആ സഹോദരിയുടെ വർത്തമാനം യേശു കർത്താവ് വളരെ സാവധാനതയോടെ കേൾക്കുവാനിടയായി. But look at the faith of Martha. എന്നാൽ മാർത്തയുടെ വിശ്വാസം നാം കാണുക. Verse 22 she says like this. 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, But even now, ഇപ്പോഴും, even though my brother is dead and gone and rotten in 4 days in the tomb, I know even now. അതെ, എൻ്റെ സഹോദരൻ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിലാണെങ്കിലും ഇപ്പോഴും Even now I know that whatever you ask God, he will give it to you. അതെ, എന്ത് തന്നെ അവിടുന്ന് അപേക്ഷിച്ചാലും അത് നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. Do you see the faith of Martha? വിശ്വാസം ഒന്ന് കാണാൻ കഴിയുമോ? I know my brother is dead and gone. എൻ്റെ സഹോദരൻ മരിച്ചു പോയി എന്ന് എനിക്കറിയാം. I know that you did not answer my prayer in time. അതെ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് എനിക്കറിയാം. It's all right, Jesus. അതൊക്കെ ശരിയാണ്. But now I know one thing. എന്നാൽ ഇപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. Even now if you ask your father something, he will do it for you. എന്നാൽ എനിക്കൊരു കാര്യം ഇപ്പോഴും ഉറപ്പാണ്, അവിടുന്ന് പിതാവിനോട് എന്ത് തന്നെ അപേക്ഷിച്ചാലും
വിശ്വസിച്ചാലും അത് ലഭിക്കുമെന്ന്. The faith of Martha really encourages me. അതേ, മാർത്തയുടെ വിശ്വാസം നമുക്ക് പ്രോത്സാഹനം നൽകുകയാണ്. She's not complaining. അവൾ അവിടെ പരാതിപ്പെടുകയല്ല. She's not murmuring. അവൾ അവിടെ പിറുപിറുക്കുകയല്ല. She's not bitter. അവൾ ഉള്ളിൽ കയ്പ് വെച്ചിരിക്കുകയല്ല. But she's saying, I know even now something supernatural can happen. ഇപ്പോഴും അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I want you to believe today. അതെ, ഇന്ന് നിങ്ങൾ ഇത് വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Things that you have thought are gone. അതെ, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന You വിഷയം, have no more hope. നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. Your blessings are dead and buried, and they have become history. അതെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിച്ച സ്വപ്നങ്ങൾ എല്ലാം മരിച്ചു മണ്ണടഞ്ഞു പോയി. Not only you, but people in and around you, everybody thinks it's all over. അതെ, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവരും പറയുന്നു ഇത് എല്ലാം അവസാനിച്ചുവെന്ന്. But I want you to have the faith that Martha had. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മാർത്തയുടെ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. Jesus can even today do a miracle in your life. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും അത്ഭുതം ചെയ്യുവാൻ യേശു കർത്താവിന് കഴിയും. If he could raise the dead body of that son of widow in Nain. അതെ, നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവനായ കർത്താവ്. If he could rise that girl from death. അതെ, യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുവാൻ കഴിഞ്ഞവനായ കർത്താവ്. If he could raise Lazarus from death. ലാസറിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞ കർത്താവ്. Today ഇന്ന് he can do a miracle for you, and every dead blessing of yours will come back to life. അതെ, നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുവാനും നിങ്ങളുടെ അവസാനിച്ചുവെന്ന്, നിങ്ങൾ മരണപ്പെട്ടുവെന്ന്, മണ്ണടിഞ്ഞുവെന്ന് കരുതിയ അനുഗ്രഹങ്ങൾ, നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയും. The same Jesus who said to Martha is saying to you today. അതേ, മാർത്തയോട് സംസാരിച്ച അതേ കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. Jesus said to Martha. യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞു. Verse 23 is very, very powerful. 23-ാം വാക്യം വളരെയധികം ശക്തിയുള്ളതാണ്. Jesus said to Martha. യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞു, Your brother will rise again. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. Your brother will rise again. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. I want to tell somebody here. അതെ, ഇന്ന് ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരോട് പറയുകയാണ്. I want to tell you, my brother. എന്റെ സഹോദരാ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. I want to tell you, my sister. എന്റെ സഹോദരി, എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. Your dead blessing will rise again. അതെ, നിങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞു പോയ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കർത്താവ് മടക്കി. In the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ. In the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ. The name which is above all other names. എല്ലാ നാമത്തിനും മേലായ നാമം. The name in front of which every knee shall bow and every tongue shall confess. അത് എല്ലാ മുട്ടുമടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപാടുന്ന യേശുവിന്റെ നാമം. The name which is above all other names. എല്ലാ നാമത്തിനും മേലായ നാമം. The King of the kings and the Lord of the lords. രാജാതി രാജാവും കർത്താതി കർത്താവും. I prophesy in his name. അവന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു. Yes, I'm prophesying in the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു. Your blessings will rise again. അതെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇതാ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. Your dead business. നിങ്ങളുടെ നഷ്ടമായി പോയ ബിസിനസ്. Your lost health. നിങ്ങളുടെ നഷ്ടമായി പോയ ആരോഗ്യം. Your dead finance. നിങ്ങൾ നഷ്ടമായി പോയ സമ്പത്ത്. Your dead relations. നിങ്ങൾ തകർന്നടിഞ്ഞു പോയ ബന്ധങ്ങൾ. Whatever is dead today, I prophesy it to rise up again in the name of Jesus. എന്തെല്ലാം നിങ്ങൾക്ക് തകർന്ന് അടിഞ്ഞുവോ, നഷ്ടപ്പെട്ടുവോ, അതെല്ലാം യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് മടങ്ങി വരികയാണ്. But if it has to rise. എന്നാൽ അത് അങ്ങനെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ. But if it has to rise. അത് എഴുന്നേൽക്കണമെങ്കിൽ you need to come to Jesus like Martha came to Jesus. മാർത്ത യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നതുപോലെ നിങ്ങൾ യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. You got to come into the presence of Jesus. നിങ്ങൾ യേശു കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് വരണം. You might have been bitter, you might have thought it's all over. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ആ കൈപ്പേറിയ അനുഭവത്തിൽ കൂടെ കടന്നു പോകുകയാകാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എല്ലാം അവസാനിച്ചു. But today are you ready to run into the presence of Jesus? എന്നാൽ യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാണോ? If you will run into the presence of Jesus, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ നിങ്ങൾ my തയ്യാറാണോ? God is ready to do impossible possible in your life. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. He is a miracle working God. അതെ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is the way maker. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന He ദൈവമാണ്. is the supernatural worker. അതെ, അസാധാരണമായ ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ദൈവമാണ്. And my friends, he is saying to you today the same thing that he said to Martha. Your dead blessings
will rise again. മാർത്തയോട് പറഞ്ഞതുപോലെ യേശു കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി പോയത്, മണ്ണടിഞ്ഞു പോയത്, ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് കരുതിയത് നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. You know, many times we think Martha was always busy cooking food for these people. നാം പലപ്പോഴും ഇങ്ങനെയാണ് കരുതുന്നത്, മാർത്ത ആഹാരമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നുവെന്നാണ്. But you know what? നിങ്ങൾക്കെന്നാൽ അതിൻ്റെ സത്യം അറിയുമോ? Yes, she always cooked food for minimum 16 people. ഏതാണ്ട് 16 പേർക്കെങ്കിലും എല്ലായ്പ്പോഴും ആഹാരം ഒരുക്കുന്നത് മാർത്തയായിരുന്നു. When I say always, whenever Jesus and his disciples visited, Martha cooked food for at least 16 people. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായ ഭവനത്തിൽ വരുമ്പോൾ 16ഓളം ആളുകൾക്ക് ആഹാരം ഒരുക്കുന്നത് മാർത്തയായിരുന്നു. She would be busy in the kitchen. അവള് അടുക്കളയിൽ വളരെ തിരക്കായിരുന്നു. But even when she is busy cooking, her ears were leaning towards the teaching of Jesus Christ. അവൾ ആഹാരമുണ്ടാക്കുന്ന തിരക്കിൽ ആയിരുന്നുവെങ്കിലും, അടുക്കളയിലായിരുന്നുവെങ്കിലും അവളുടെ കാത് യേശു കർത്താവിന്റെ വചനങ്ങൾക്ക് വേണ്ടി കൂർപ്പിച്ചിരുന്നു. The Bible proves it. വിശുദ്ധ വേദപുസ്തകം അത് തെളിവ് നൽകുന്നു. Because she is having a kind of debate, theological debate with Jesus Christ. അവള് യേശു കർത്താവുമായിട്ട് ഒരു ദൈവശാസ്ത്രപരമായ തർക്കം അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. You know, verse 23, when Jesus said, your brother will rise. 23-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. Martha speaks theology. മാർത്ത അവിടെ ദൈവശാസ്ത്രം പറയുകയാണ്. I know എനിക്കറിയാം that he will rise again. അതെ, അവൻ ഉയർത്തെഴുന്നേൽക്കും. But in the day of the resurrection. എന്നാൽ അവൻ പുനരുത്ഥാനത്തിന്റെ ദിവസം അവൻ എഴുന്നേൽക്കും. She's talking theology. അവൾ ഇവിടെ ദൈവശാസ്ത്രം പറയുകയാണ്. She knows the word of God. അവൾക്ക് ദൈവത്തിന്റെ വചനം അറിയാം. How? She was always busy cooking the food, but how does she know the word of God? അവൾ ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവൾക്ക് ഈ ദൈവവചനം അറിയാമെന്നത്? Even in midst of a busy schedule, she found time to meditate upon the word of God and listen to the teachings of Jesus Christ. അവൾ അടുക്കളയിൽ വളരെ തിരക്കേറിയ രീതിയിൽ അവൾ ജോലി ചെയ്യുകയായിരുന്നെങ്കിലും ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ, കർത്താവിന്റെ വചനങ്ങൾ കേൾക്കുവാൻ അവൾ കാതുകൂർപ്പിച്ചിരുന്നു. In the beginning, I told you it's a beautiful conversation between Jesus and Martha. ഞാൻ മുന്നമേ ഇപ്രകാരം പറയുവാനിടയായി, മാർത്തയും യേശു കർത്താവും തമ്മിലുള്ള സുന്ദരമായ സംഭാഷണം. It's a theological debate. അതൊരു ദൈവശാസ്ത്രപരമായ ചർച്ചയാകുന്നു. I say it in a good way. ഞാൻ നല്ല രീതിയിലാണ് പറഞ്ഞത്. Verse 25. അതിന്റെ 25-ാം വാക്യം. Jesus replied, യേശു കർത്താവ് ഉത്തരം പറഞ്ഞു, I am the resurrection and the life. He who believes in me, though he may die, he shall live. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Jesus gives her answers. അവൾക്ക് യേശു കർത്താവ് ഉത്തരം നൽകുന്നു. And whoever lives and believes in me shall never die. Do you believe this? ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. Now, Martha comes back with very interesting answer. അതിന് മാർത്ത വളരെ നല്ല ഒരു ഉത്തരം നൽകുന്നു. She said to Jesus, അവൾ യേശു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, Yes, Lord, I believe that. ഉവ്വ് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. I believe that you are the Christ. നീ ആണ് ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന് അവൾ ഏറ്റുപറഞ്ഞു. I know that you are the Son of God. നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I know you came to this world. നീ ലോകത്തേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. How did she know all these things? അവൾക്ക് എങ്ങനെ അറിയാം ഈ കാര്യങ്ങളെല്ലാം? If she was always busy cooking the food, who revealed this to her? ആഹാരമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവൾ എപ്പോഴുമെങ്കിൽ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തത് ആരാണ്? Many times even disciples were confused who Jesus is. പലപ്പോഴും യേശു കർത്താവ് ആരാണെന്ന് ശിഷ്യന്മാർക്ക് പോലും സംശയമുണ്ടായിട്ടുണ്ട്. But here Martha is giving a concrete answer saying, I know you are the Son of God. എന്നാൽ മാർത്ത വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ അതിനുള്ള ഉത്തരം കൊടുക്കുന്നു. നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്. I know you are the Messiah. നീയാണ് മെശിഹ എന്ന് അവിടുന്ന് പറയുന്നു. Her ears were always leaning to the teachings of Christ. അത് യേശു കർത്താവിന്റെ വചനങ്ങൾക്ക് അവൾ കാതു കൂർപ്പിച്ചിരുന്നു. No matter how busy we are, let us lean to Jesus Christ. നാം എത്ര തിരക്കാണെങ്കിലും അത് മാറ്റിവെച്ച് കർത്താവിന്റെ വചനങ്ങൾക്ക് നാം ചെവി കൊടുക്കുക. Jesus said to her, your brother will rise. യേശു കർത്താവോട് പറയുന്നു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. Because you trusted me. എന്തുകൊണ്ടെന്നാൽ നീ എന്നെ വിശ്വസിച്ചു. You think it's all over. എല്ലാം അവസാനിച്ചെന്ന് നിങ്ങൾ കരുതിയേക്കാം. But it's not over yet. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല. Jesus can bring everything back to life. യേശു കർത്താവിന് സകലത്തെയും ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയും. Jesus went to the tomb of Lazarus. യേശു കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നു.
And Lazarus came back to life. ലാസർ ജീവനിലേക്ക് മടങ്ങി വന്നു. The dead, the rotten, the decomposed, Lazarus came back to life. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസർ ജീവനിലേക്ക് മടങ്ങി വന്നു. My friends, I don't know what is dead and decomposed and rotten in your life, but come to Jesus. He's saying it will rise back. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചത്, നാറ്റം വെച്ചത്, 4 ദിവസമായത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ അതിനെ മടക്കി കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. He will bring it back to life. അത് ജീവനിലേക്ക് അവിടുന്ന് മടക്കി കൊണ്ടുവരും. If you believe that, close your eyes. I'm going to pray for you. അതെ, നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Father God, I pray for my brothers and sisters. പിതാവേ, ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, the same God who came to Bethany and did a miracle, we know that you are here today. ബഥാനിയിലേക്ക് വന്ന് അത്ഭുതം പ്രവർത്തിച്ച അതേ ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. I pray, Lord, as my brother, as my sister is praying, do a miracle in their life. എൻ്റെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. The same words that you spoke to Martha, speak into their life and say, it will rise again. മാർത്തയോട് സംസാരിച്ച അതേ വചനം തന്നെ ഇന്ന് ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ നഷ്ടമായത്, മരണപ്പെട്ടത്, അതെ മരിച്ചുവെന്ന് കരുതിയത് ഉയർത്തെഴുന്നേൽക്കുമാറാകട്ടെ. It could be their health, it could be their wealth, it could be their job, it could be their relation, it could be their profession. I don't know what it is, Lord, but I pray, let it rise again in the name of Jesus. അവരുടെ ജീവിതത്തിൽ നഷ്ടമായത് ഒരുപക്ഷെ ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ എന്തുമാകട്ടെ, എന്നാൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, അതൊക്കെയും മടങ്ങി വരട്ടെ. Let them sing songs of victory. അവരും ജയത്തിന്റെ പാട്ടുകൾ പാടട്ടെ. In Jesus' name. യേശു കർത്താവിൻ്റെ നാമത്തിൽ. Amen and amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Believe that something is going to come back to life in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും മടക്കി കൊണ്ടുവരുന്ന ദിവസമാണ്. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you for being generous and supportive to Indian Evangelical. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന് നിങ്ങൾ നൽകുന്ന സഹായത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. If you have any prayer requests, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ do not hesitate to text us or call us on these numbers. താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ മറക്കരുത്. We will pray for you. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും എന്ന ഉറപ്പ് നൽകുന്നു. You are important for us. നിങ്ങൾ ഞങ്ങൾക്ക് വിലയേറിയവരാണ്. God bless you. Have a wonderful week. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഒരാഴ്ച നേരുന്നു. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദി പറയാം. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകിയ ഒരു ദിവസമാണ്. നമ്മെ തേടി വരുന്നവനായ ഒരു സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്, നമ്മെ പരിപാലിക്കുന്നവനായൊരു ദൈവം. ആ ദൈവത്തിൻ്റെ കൃപയാലാണ് നാം നയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന വിശുദ്ധനായി നന്ദി പറയുന്ന കർത്താവേ, നാം ഓരോ സാഹചര്യങ്ങളിലും പെട്ടുപോയപ്പോഴും, ഓരോ പ്രതിസന്ധികളിൽ പെട്ടുപോയപ്പോഴും എല്ലാം കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ തേടി വന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം കർത്താവെ, നീ ഞങ്ങളുടെ കൂടെ ഇരിക്കണം, ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം കർത്താവെ നീ ഉത്തരം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിന് കർത്താവേ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.